എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ലൂയിസ് കാരലിൻ്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ് അഥവാ അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന നോവലിൻ്റെ 3-ാം ഭാഗം. എൽസി, ഗ്രേസി, ടില്ലി എന്നീ പേരുള്ളവർ ഒരു കിണറിനടിയിലാണ് അവർ താമസിച്ചിരുന്നത്. എന്തു തിന്ന അവർ ജീവിച്ചേ? തിന്നുന്നതും കുടിക്കുന്നതുമായ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആലീസ് ചോദിച്ചു. ശർക്കര തിന്ന്. അങ്ങനെയാണ് അവർ ജീവിച്ചത്. 1-2 നിമിഷം ചിന്തിച്ചതിന് ശേഷം തുരപ്പൻ പറഞ്ഞു. അതെങ്ങനെ? അപ്പോൾ അവർക്ക് അസുഖം വരില്ലേ? ആലീസ് സംശയമുന്നയിച്ചു. അതെ, അവർ അസുഖമുള്ളവരായിരുന്നു, തുരപ്പൻ മറുപടി പറഞ്ഞു. അസാധാരണമായ ആ ജീവിത രീതിയെപ്പറ്റി ആലീസ് ഒന്ന് ആലോചിച്ചു നോക്കി. പക്ഷേ ആകെ ആശയക്കുഴപ്പം. അവരെന്തിനാ കിണറിനടിയിൽ ജീവിച്ചത്? അവൾ വീണ്ടും ചോദിച്ചു. നീ ഇത്തിരി കൂടി ചായ കുടിക്ക്, ഇടയിൽ കയറി മാർച്ച് മുയൽ പറഞ്ഞു. ഇതേവരെ ഞാൻ കുടിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനിയൊട്ട് വേണ്ടതാനും, ആലീസ് പറഞ്ഞു. നിനക്ക് കുറച്ചായി കഴിക്കാൻ പറ്റിയില്ലെന്നാണോ പറയുന്നത്? തൊപ്പിക്കാരൻ ചോദിച്ചു. ഒട്ടും കുടിക്കാത്തതിൽ ഭേദം കുറച്ച് കൂടുതൽ കുടിക്കുന്നതാ. തൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ആലീസിന് ദേഷ്യം വന്നു. കണ്ടോ, നീ ഇപ്പോൾ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഇടപെടുന്നത് നല്ലതാണോ? വിജയഭാവത്തിൽ അയാൾ ചോദിച്ചു. ആലീസിന് പെട്ടെന്നൊരു മറുപടി പറയാനായില്ല. അവൾ കുറച്ച് റൊട്ടിയും വെണ്ണയും ചായയും എടുത്തു കഴിച്ചു. എന്നിട്ട് തുരപ്പന് നേരെ തിരിഞ്ഞു ചോദിച്ചു. അവരെന്തിനാ കിണറിനടിയിൽ കഴിയുന്നത്? അല്പനേരം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു. അതൊരു ശർക്കര കിണറായതുകൊണ്ട്. ശർക്കര കിണറോ? ആലീസിന് വീണ്ടും ദേഷ്യം വന്നു. അങ്ങനെ ഒരു കിണറില്ല, ഇല്ലേ ഇല്ല. തൊപ്പിക്കാരനും മാർച്ച് മൊയിലും ഉടനെ ഷ് എന്ന് പറഞ്ഞു. അല്പരസത്തോടെ തുരപ്പനപ്പോൾ പറഞ്ഞു. മര്യാദയ്ക്ക് കേട്ടിരിക്കണം, അല്ലെങ്കിൽ നീ തന്നെ കഥ പറഞ്ഞു തീർക്ക്. വേണ്ട, നീ കഥ തുടർന്നോളൂ, വിനയത്തോടെ ആലീസ് പറഞ്ഞു. ഇനി ഞാൻ തടസ്സപ്പെടുത്തില്ല. അങ്ങനൊരു കിണറുണ്ടെന്ന് സമ്മതിച്ചേക്കാം. തീർച്ചയായിട്ടുമുണ്ട്, സംശയമില്ല. തുരപ്പനും ദേഷ്യം വന്നു. അങ്ങനെ ആ 3 സഹോദരിമാരും അവർ കോരിയെടുക്കാൻ പഠിക്കുകയായിരുന്നു. കോരിയെടുക്കാനോ? എന്ത്? അറിയാതെ ആലീസ് വീണ്ടും ചോദിച്ചുപോയി. ശർക്കര കോരിയെടുക്കാൻ, ഉടനെ തുരപ്പൻ പറഞ്ഞു. എനിക്കൊരു നല്ല കപ്പ് തരൂ, തൊപ്പിക്കാരൻ ഇടയ്ക്ക് പറഞ്ഞു. നമുക്കിനി ഒരു മൂലയിലേക്ക് നീങ്ങിയിരിക്കാം. ഇത് പറയലും അയാളൊരു മൂലയിലേക്ക് നീങ്ങലും ഒപ്പം കഴിഞ്ഞു. തൊട്ടു പിന്നാലെ മാർച്ച് മുയിലും നീങ്ങിയിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ആലീസും ഒടുവിൽ നീങ്ങിയിരുന്നു. ഈ സ്ഥലം മാറ്റം കൊണ്ട് നല്ലൊരു ഇരിപ്പിടം കിട്ടിയത് തൊപ്പിക്കാരന് മാത്രമായിരുന്നു. ആലീസിന് വളരെ മോശപ്പെട്ട ഒരിടമാണ് കിട്ടിയത്. മാർച്ച് മുയൽ ഈ തിരക്കിനിടയിൽ ഒരു പാൽപാത്രം തട്ടി താഴെയിട്ടു. തുരപ്പനെ പിണക്കേണ്ടെന്ന് കരുതി വളരെ ശ്രദ്ധയോടെ ആലീസ് ചോദിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. അവരെവിടുന്ന ശർക്കര കോരിയെടുത്തത്? നമ്മളെവിടുന്ന വെള്ളം കോരിയെടുക്കുന്നേ? വെള്ളമുള്ള കിണറിൽ നിന്ന്, തൊപ്പിക്കാരൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശർക്കര കിണറിൽ നിന്നല്ലേ ശർക്കര കോരിയെടുക്കാനാവൂ? നീയൊരു വിഡ്ഢി തന്നെ. അതിന് അവർ കിണറിനുള്ളിൽ തന്നെ ആയിരുന്നില്ലേ? ആലീസിൻ്റെ സംശയം തീർന്നില്ല. അവൾ തൊപ്പിക്കാരൻ പറയുന്നത് കേട്ടതായി നടിച്ചില്ല. അതെ, അവിടെ തന്നെ, തുരപ്പൻ പറഞ്ഞു. കിണറ്റിനുള്ളിൽ. തുരപ്പൻ്റെ ഉത്തരം ആലീസിനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. എങ്കിലും അവൻ തടസ്സമില്ലാതെ കഥ തുടരട്ടെ എന്നവൾ കരുതി. അവർ കോരിയെടുക്കാൻ പഠിക്കുകയായിരുന്നു. തുരപ്പൻ കഥ തുടർന്നു. കണ്ണ് തിരുമിയും കോട്ടുവായിട്ടും ഉറക്കം തൂങ്ങിയും അവൻ പറഞ്ഞു. അങ്ങനെ പല സംഗതികളും അവർ കോരിയെടുത്തു. അക്ഷരമാലയിലെ മാ കൊണ്ട് തുടങ്ങുന്നതെല്ലാം. മാ കൊണ്ട് തുടങ്ങുന്നതോ? ആലീസിന് വിശ്വാസം തോന്നിയില്ല. അതുതന്നെ,
മാർച്ച് മുയൽ തറപ്പിച്ചു പറഞ്ഞു. ആലിസ് മിണ്ടാതെയിരുന്നു. ഈ സമയം കണ്ണ് മടച്ച് ഉറക്കത്തിലേക്ക് തെന്നി വീഴുകയായിരുന്നു തുരപ്പൻ. തൊപ്പിക്കാരൻ ഉടനെ അവനൊരു നുള്ളു വെച്ചു കൊടുത്തു. ഒരു ശബ്ദത്തോടെ ഉണർന്ന് അവൻ കഥ വീണ്ടും തുടർന്നു. അതെ, മാ കൊണ്ട് തുടങ്ങുന്നത്. മാങ്ങ, മാളം, മുഴുനിലാവ്, മറവി, മതി. നമ്മൾ പറയാറില്ലേ മതി മതി എന്ന്? അങ്ങനെ പലതും. ആകട്ടെ, ആരെങ്കിലും വരച്ച മതി മതി ചിത്രം നീ കണ്ടിട്ടുണ്ടോ? കൊള്ളാം, നീ എന്നോട് തന്നെ ചോദിക്കണം, ആലീസ് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ നീ ഇനി സംസാരിക്കേണ്ട, തൊപ്പിക്കാരൻ പറഞ്ഞു. ആ ധിക്കാരം ആലീസിന് സഹിക്കാനായില്ല. ആകെ വെറുപ്പോടെ അവൾ എഴുന്നേറ്റ് നടന്നുപോയി. തുരപ്പനുടനെ ഉറക്കത്തിലേക്ക് വീണു. തൊപ്പിക്കാരനും മാർച്ചിമുയിലും ആലീസ് പോകുന്നത് ശ്രദ്ധിച്ചതേയില്ല. അവർ തിരിച്ചു വിളിക്കുമെന്നാണ് അവൾ കരുതിയത്. 1-2 തവണ തിരിഞ്ഞു നോക്കിയിട്ടും കാര്യമുണ്ടായില്ല. അവസാന തവണ തിരിഞ്ഞപ്പോൾ അവൾ കണ്ടത് തൊപ്പിക്കാരനും മാർച്ചിമുയിലും കൂടി ഒരു ചായപാത്രത്തിനകത്തേക്ക് തുരപ്പനിലിയെ തള്ളിക്കയറ്റുന്നതാണ്. ഇനി തിരിച്ച് ഇവരുടെ അടുത്തേക്കില്ല, ആലീസ് നിശ്ചയിച്ചു. അവൾ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നടന്നു. ഇതുപോലൊരു മണ്ടൻ ചായ സൽക്കാരം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, അവൾ സ്വയം പറഞ്ഞു. ഉടനെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു മരം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുറക്കാൻ പറ്റുന്ന ഒരു വാതിലുള്ള മരം. എത്ര വിചിത്രം, അവൾ ഓർത്തു. അല്ലെങ്കിലും ഇന്ന് എല്ലാം വിചിത്രമായിരിക്കുന്നു. ഏതായാലും ഈ വാതിലിലൂടെ അകത്തൊന്ന് കടന്നു നോക്കാം. അവൾ ആ വാതിൽ തുറന്ന് അകത്ത് കടന്നു. ആലീസ് മുമ്പ് കണ്ട വിശാലമായ ആ മുറിയും ആ ചില്ല് മേശയുമായിരുന്നു അതിനുള്ളിൽ. ഇത്തവണ വിജയിക്കണം, അവൾ പറഞ്ഞു. ആലീസ് ആ ചെറിയ സ്വർണ്ണ താക്കോലെടുത്ത് പൂന്തോട്ടത്തിലേക്കുള്ള വാതിൽ തുറന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കൂൺ കഷ്ണം അല്പം കഴിച്ച് ഉയരം 1 അടിയായി കുറച്ചു. ആ ചെറിയ വഴിയിലൂടെ അവൾ മുന്നോട്ട് നടന്നു. ഒടുവിൽ മനോഹരമായ ആ പൂന്തോട്ടത്തിൽ ആലീസ് പ്രവേശിച്ചു. പ്രകാശം പരത്തുന്ന പൂക്കളും നല്ല തണുപ്പും തെളിമയുള്ള ജലവുമുള്ള ആ സുന്ദരൻ പൂന്തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു പനിനീർപ്പൂ മരമാണ്. അത് നിറയെ വെളുത്ത പൂക്കളും. എന്നാൽ അവിടെയുണ്ടായിരുന്ന തോട്ടക്കാർ ഈ പൂക്കൾക്കെല്ലാം ചുവന്ന ചായം പൂശുന്നുണ്ടായിരുന്നു. കൗതുകകരമായി കാഴ്ച കണ്ട് ആലീസ് അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവരിലൊരുവൻ പറയുന്നത് കേട്ടു. എടാ അഞ്ചേ, ചായമിങ്ങനെ വെറുതെ കോരി ഒഴിക്കല്ലേ. അതെൻ്റെ കുറ്റമല്ല, ഈ 7 എന്നെ തള്ളിയപ്പോൾ പറ്റിയതാ, 5 വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ 7 തല ഉയർത്തി നോക്കി. അത് ശരി, ഈ 5 ഇങ്ങനെ തന്നെയാ, എപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരും. നീ ഒന്നും പറയണ്ട, 5 പറഞ്ഞു. നിന്റെ തല വെട്ടണമെന്ന് രാജ്ഞി പറയുന്നത് ഞാൻ കേട്ടതാ. അതെന്തിനാ? 2 ചോദിച്ചു. 2, നീ ഇതിൽ ഇടപെടണ്ട, 7 ഉടനെ പറഞ്ഞു. അതെ, ഇതവൻ്റെ കാര്യമാ. ഉള്ളിക്ക് പകരം പൂവരശിൻ്റെ വേര് ആ പാചകക്കാരന് കൊടുത്തതാ കാരണം. ഇത് കേട്ടപ്പോൾ തൻ്റെ കയ്യിലുള്ള ബ്രഷ് താഴെ എറിഞ്ഞ് 7 പറയാൻ തുടങ്ങി. കൊള്ളാം, എല്ലാ തെറ്റുകളും. അപ്പോഴാണ് അവരെ നോക്കി നിൽക്കുന്ന ആലീസിനെ അവൻ കണ്ടത്. അതുകൊണ്ട് അവൻ വാചകം പൂർത്തിയാക്കിയില്ല. മറ്റുള്ളവരും ഉടനെ തിരിഞ്ഞു നോക്കി. എല്ലാവരും ആലീസിന് നേരെ തലകുനിച്ചു. ഈ പൂക്കൾക്ക് എന്തിനാ നിങ്ങൾ ചായം തേക്കുന്നേ? ആലീസ് ചോദിച്ചു. 5ഉം 7ഉം ഉത്തരമൊന്നും പറയാതെ 2ൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ 2 പറഞ്ഞു. ചുവന്ന പനിനീർപ്പൂ മരമായിരുന്നു ഇവിടെ നടേണ്ടത്. അബദ്ധത്തിൽ വെള്ള പനിനീർപ്പൂ മരം ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചു. ഇതെങ്ങാൻ രാജ്ഞി അറിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തല കാണില്ല. അതുകൊണ്ടാ രാജ്ഞി വരുന്നതിന് മുമ്പ് ഞങ്ങളിത്ര തിരക്കിട്ട്. ഈ സമയം 5 പൂന്തോട്ടത്തിൻ്റെ ഒരറ്റത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ദേ, രാജ്ഞി വരുന്നു, രാജ്ഞി. പെട്ടെന്ന് തന്നെ ആ 3 തോട്ടക്കാരും
തറയിൽ കമഴ്ന്നു കിടന്നു. ആരുടെയൊക്കെയോ കാലടി ശബ്ദം കേട്ട് ആലീസ് ആകാംക്ഷയോടെ നോക്കി. ആ രാജ്ഞിയെ ഒന്ന് കാണണമല്ലോ. ആദ്യം വന്നത് ഗദയേന്തിയ 10 പട്ടാളക്കാരായിരുന്നു. അവരെല്ലാം ആ 3 തോട്ടക്കാരുടേതുപോലെ ഇരുന്നു. ദീർഘചതുരാകൃതിയിൽ പരന്നിരിക്കുന്നവർ. അതിൻ്റെ ഓരോ മൂലയിലുമാണ് കൈകാലുകൾ പിടിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി വന്നത് 10 പരിചാരകരാണ്. ശരീരം നിറയെ രത്നം ധരിച്ചിട്ടുണ്ടായിരുന്നു അവർ. പട്ടാളക്കാരെ പോലെ 2 പേരായാണ് അവർ നടന്നു നീങ്ങിയത്. അതിനുശേഷം രാജകൊട്ടാരത്തിലെ കുട്ടികൾ നടന്നെടുത്തു. അവരും 10 പേരുണ്ടായിരുന്നു. കൈകൾ കോർത്തു പിടിച്ച് തുള്ളിച്ചാടിയാണ് അവർ വന്നത്. ആഢ്യൻ ചീട്ടുകൊണ്ട് അവരുടെ ശരീരം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിഥികളും രാജാക്കന്മാരും രാജ്ഞിമാരും വന്നു. അവർക്കിടയിൽ ആ വെളുത്ത മുയലച്ചനെയും ആലീസ് കണ്ടു. വലിയ തിരക്കിലായിരുന്നു അവൻ. പേടിയോടെ ഓരോന്ന് പറയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്തുകൊണ്ട് ആലീസിനെ ശ്രദ്ധിക്കാതെ അവൻ കടന്നുപോയി. അതിനുശേഷം സേനാനായകൻ വന്നു. ചെറിയൊരു ചുവപ്പ് മെത്തയിൽ രാജാവിൻ്റെ കിരീടവും പിടിച്ചുകൊണ്ടാണ് അയാൾ വന്നത്. ഗംഭീരമായ ഈ ഘോഷയാത്രയുടെ അവസാനം ആഢ്യന്മാരുടെ രാജാവും രാജ്ഞിയും കടന്നുവന്നു. ആലീസ് ഒന്ന് പകച്ചു നിന്നു. രാജ്ഞി വരുന്നത് കണ്ടപ്പോൾ ആ 3 തോട്ടക്കാരും മണ്ണിൽ കമഴ്ന്നു കിടക്കുന്നത് അവൾ കണ്ടതാണ്. അവരെപ്പോലെ താനും കിടക്കണമോ എന്നവൾ ആലോചിച്ചു. പക്ഷേ ഘോഷയാത്ര കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ആചാരമുള്ളതായി അവൾ കേട്ടിരുന്നില്ല. ആളുകൾക്ക് കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഘോഷയാത്ര? കമഴ്ന്നു കിടന്നാൽ എങ്ങനെ ശരിയാകും? ഒടുവിൽ അവിടെ തന്നെ നിൽക്കാൻ അവൾ തീരുമാനിച്ചു. രാജാവും രാജ്ഞിയും പരിവാരങ്ങളും ആലീസിനടുത്തെത്തിയപ്പോൾ എല്ലാവരും ഒരു നിമിഷം നിന്നു. അവർ ആലീസിനെ നോക്കി. അപ്പോൾ രാജ്ഞി ഉച്ചത്തിൽ ചോദിച്ചു, "ഇവൾ ആരാണ്?" ഉത്തരമായി ആഢ്യൻ സൈന്യാധിപൻ ഒന്ന് ചിരിച്ചു, തലകുനിച്ചു. "വിഡ്ഢി," രാജ്ഞി പറഞ്ഞു. അക്ഷമയോടെ അവൾ തല വെട്ടിച്ചു. എന്നിട്ട് ആലീസിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, "കുട്ടി, നിന്റെ പേരെന്താ?" "അല്ലയോ രാജ്ഞി, എൻ്റെ പേര് ആലീസ് എന്നാണ്," ആലീസ് വിനയത്തോടെ പറഞ്ഞു. എന്നിട്ടവൾ സ്വയം പറഞ്ഞു, "ഇവർ ഒരു കൂട്ടം ചീട്ടുകളല്ലേ. ഞാനെന്തിന് ഇവരെ പേടിക്കണം?" "ഇവരൊക്കെ ആരാണ്?" പനിനീർ മരത്തിന് കീഴെ കിടക്കുന്ന തോട്ടക്കാരെ ചൂണ്ടി രാജ്ഞി വീണ്ടും ചോദിച്ചു. കമഴ്ന്നു കിടക്കുന്ന അവരുടെ പിറകുവശം ഘോഷയാത്രയിലുള്ള മറ്റെല്ലാവരുടെയും പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവർ പട്ടാളക്കാരാണെന്നോ പൂന്തോട്ടക്കാരാണെന്നോ പരിചാരകരാണെന്നോ എന്തിന് രാജ്ഞിയുടെ മക്കളിൽ 3 പേരെന്നോ അറിയാത്തതുകൊണ്ട് ആലീസിന് പറയാനായില്ല. "എനിക്കെങ്ങനെ അറിയാം?" അവൾ പറഞ്ഞു. ആലീസിനപ്പോൾ സ്വന്തം ധൈര്യത്തിൽ അതിശയം തോന്നി. "ഇതൊന്നും എൻ്റെ കാര്യമല്ല." രാജ്ഞി ദേഷ്യം കൊണ്ട് ചുവന്നു. ആലീസിനെ ഒരു നിമിഷം തുറിച്ചു നോക്കി. ഒരു വന്യമൃഗത്തെപ്പോലെ അവൾ അലറി, "ഇവളുടെ തലവെട്ട്!" "വിഡ്ഢിത്തം പറയുന്നു," ധൈര്യപൂർവ്വം അല്പം ഉച്ചത്തിൽ തന്നെ ആലീസ് പറഞ്ഞു. രാജ്ഞി നിശബ്ദയായി നിന്നു. രാജാവ് ഉടനെ രാജ്ഞിയുടെ കയ്യിൽ പിടിച്ച് പതുക്കെ പറഞ്ഞു, "നോക്കൂ പ്രിയേ, അവളൊരു കൊച്ചുകുട്ടിയല്ലേ." രാജ്ഞി ദേഷ്യത്തോടെ അയാളിൽ നിന്നും അകന്നു മാറി. എന്നിട്ട് സൈന്യാധിപനോട് പറഞ്ഞു, "ഇവരെ മലർത്തിക്കിടത്ത്." സൈന്യാധിപൻ തൻ്റെ ഒരു കാലുപയോഗിച്ച് രാജ്ഞിയെ അനുസരിച്ചു. "എഴുന്നേൽക്ക്," മൂർച്ചയേറിയ ശബ്ദത്തിൽ ഉറക്കെ രാജ്ഞി പറഞ്ഞു. ആ 3 തോട്ടക്കാരും ഉടനെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് രാജാവിനെയും രാജ്ഞിയെയും അവരുടെ കുട്ടികളെയും മറ്റെല്ലാവരെയും ആദരവോടെ വണങ്ങാൻ തുടങ്ങി. "നിർത്ത് നിങ്ങളുടെ തലകുനിക്കൽ," രാജ്ഞി വീണ്ടും അലറി. അവർ പനിനീർപ്പൂ മരത്തെ നോക്കി അവരോട് ചോദിച്ചു, "നിങ്ങളിവിടെ എന്തു ചെയ്യുകയായിരുന്നു?" "അവിടുന്ന് ക്ഷമിക്കണം," അതീവ വിനയത്തോടെ മുട്ടുകുത്തി നിന്ന് 2 പറഞ്ഞു. ഞങ്ങളിവിടെ ശ്രമിക്കുകയായിരുന്നു." "മനസ്സിലായി." രാജ്ഞി പൂക്കളിൽ കണ്ണോടിച്ചു. വീണ്ടും വന്നു ആജ്ഞ.
ഇവരുടെ തല വെട്ടിമാറ്റുക. ഘോഷയാത്ര മുന്നോട്ട് നീങ്ങി. നിർഭാഗ്യവാന്മാരായ ആ 3 തോട്ടക്കാരും ഓടി ആലീസിനടുത്തെത്തി. ആരും നിങ്ങളുടെ തല വെട്ടില്ല, അവൾ അവരെ ആശ്വസിപ്പിച്ചു. അടുത്തു കണ്ട വലിയൊരു പൂപാത്രത്തിലേക്ക് അവൾ അവരെ ഇറക്കിയിരുത്തി. പൂന്തോട്ടക്കാരെ അന്വേഷിച്ച് ഈ സമയം 3 പട്ടാളക്കാർ അവിടെ വന്നു. കുറെ ചുറ്റി നടന്ന് നോക്കിയ ശേഷം അവർ നടന്നകന്നു. അവരുടെ തല വെട്ടിയില്ലേ? രാജ്ഞി ചോദിച്ചു. ഉവ്, അവരുടെ തല പോയി, പട്ടാളക്കാർ മറുപടിയും പറഞ്ഞു. ശരി, നിനക്ക് പന്ത് കളിക്കാൻ അറിയുമോ? പട്ടാളക്കാർ നിശബ്ദരായി നിന്നു. അവർ ആലീസിനെ നോക്കി. ചോദ്യം അവളോടായിരുന്നല്ലോ. ഉവ്, ആലീസ് ഉറക്കെ പറഞ്ഞു. എന്നാൽ വരൂ. രാജ്ഞി അവളെ ക്ഷണിച്ചു. അങ്ങനെ ആലീസും ഘോഷയാത്രയിൽ പങ്കുചേർന്നു. അപ്പോഴും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിലായിരുന്നു അവൾ. ഇന്നൊരു നല്ല ദിവസമാ. അടുത്തു നിന്ന് ആരോ അടക്കം പറയുന്നത് ആലീസ് കേട്ടു. അത് ആ വെളുത്ത മുയലച്ചനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു അവൻ. അതെ, വളരെ നല്ല ദിവസം, ആലീസ് പറഞ്ഞു. ആ പ്രഭി എവിടെ? പതിഞ്ഞ സ്വരത്തിൽ മുയലച്ചൻ പറഞ്ഞു. എന്നിട്ട് തല വെട്ടിച്ച് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി ആലീസിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. പ്രഭിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാ. എന്തിനാ? കഷ്ടന്ന് നീ പറഞ്ഞോ? മുയലച്ചൻ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതത്ര കഷ്ടമൊന്നുമല്ല. ഞാൻ ചോദിച്ചത് എന്തിനാ വധശിക്ഷയ്ക്ക് വിധിച്ചതെന്നാ. അവൾ രാജ്ഞിയുടെ ചെവിക്ക് ഇടിച്ചിട്ടാ, മുയലച്ചൻ വിശദീകരിച്ചു. ഇത് കേട്ടപ്പോൾ ആലീസിന് ചിരി വന്നു. ഹോ, ഒന്നും മിണ്ടാതിരി, ഭയപ്പാടോടെ മുയലച്ചൻ മന്ത്രിച്ചു. രാജ്ഞി കേൾക്കും. ആ പ്രഭി നേരെ വൈകി വന്നു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ചെന്ന് നിൽക്ക്. രാജ്ഞി ഇടിവെട്ടുന്നതുപോലെ ആജ്ഞാപിച്ചു. ഉടനെ ഘോഷയാത്രയിൽ പങ്കുകൊണ്ടവരെല്ലാം നാനാഭാഗത്തേക്കും ചിതറിമാറി. അതിനിടയിൽ തട്ടിയും മുട്ടിയും മറിഞ്ഞു വീണു. 1-2 നിമിഷങ്ങൾക്കുള്ളിൽ യഥാസ്ഥാനങ്ങളിൽ എത്തിയവർ പന്തുകളി ആരംഭിച്ചു. ഇതുപോലൊരു കളിക്കളം ആദ്യമായാണ് ആലീസ് കാണുന്നത്. നിറയെ കുണ്ടുകളും കുഴികളും, പന്തുകൾക്ക് പകരം ചെറിയ പന്നികൾ, പന്തടിക്കാനുള്ള കോലുകളാകട്ടെ രാജഹംസങ്ങളും. അടിച്ച പന്ത് പിടിക്കാനുള്ള കമാനങ്ങൾ തീർത്തത് പട്ടാളക്കാർ. ഒരാളുടെ മുകളിൽ മറ്റൊരാൾ, അയാളുടെ തോളിൽ മറ്റൊരാൾ എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ രീതി. പന്ത് കളിയിൽ പങ്കെടുത്ത ആലീസിന് രാജഹംസങ്ങളെ ഉപയോഗിച്ച് പന്തടിക്കുന്നത് വളരെ പ്രയാസമായി തോന്നി. കൈക്കുള്ളിൽ അതിനെ ഒതുക്കി പിടിച്ച് അതിൻ്റെ കാലുകൾ കീഴോട്ടാക്കി നീണ്ട കഴുത്തിൽ പിടിച്ച് അതിൻ്റെ തല കൊണ്ട് അവൾ പന്തടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തല വളച്ചുയർത്തി അത് വളരെ പരിഭ്രമത്തോടെ ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കി. ആലീസിന് ഇത് കണ്ടപ്പോൾ ചിരി വന്നു. വീണ്ടും ആലീസ് രാജഹംസത്തിൻ്റെ തല താഴ്ത്തി ആ പന്നി അടിക്കാൻ ശ്രമിച്ചപ്പോൾ പന്നി പതുക്കെ അരിച്ചു നീങ്ങി. കുണ്ടും കുഴിയും നിറഞ്ഞ കളിക്കളത്തിൽ അങ്ങുമിങ്ങായി പട്ടാളക്കാർ ഓടി നടക്കുന്നത് കണ്ട് പന്തടിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് ആലീസിന് മനസ്സിലായി. എല്ലാ കളിക്കാരും ഒന്നിച്ച് കളിക്കാനിറങ്ങിയിരിക്കുന്നു. ആരും അവരവരുടെ ഊഴത്തിന് കാത്തുനിന്നില്ല. അവർ പന്തിനു വേണ്ടി പരസ്പരം ഏറ്റുമുട്ടും. ഇടയ്ക്കിടയ്ക്ക് രാജ്ഞിക്ക് കാലി കയറും. അന്നേരം അവിടെയും ഇവിടെയും നടന്ന് അവൾ അലറും. അവൻ്റെ തലവെട്ട്, ഇവളുടെ തലവെട്ട്. ആലീസിന് വല്ലാത്ത വിഷമം തോന്നി. ഇതുവരെ രാജ്ഞിയുമായി വഴക്കടിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും ഏത് നിമിഷവും അങ്ങനെ സംഭവിക്കാം എന്നവൾ ഉറച്ചു. പിന്നെ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ വിചാരിച്ചു. ആളുകളുടെ തലവെട്ടുന്നതിൽ രാജ്ഞിക്ക് എന്താ ഒരു താല്പര്യം? അതിശയം തോന്നുന്നു. ഇങ്ങനെ പോയാൽ കളി തീരുമ്പോഴേക്കും ആരാ ജീവനോടെ ഉണ്ടാവുക? ആരും അറിയാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആലീസ് പരതി. അപ്പോൾ വിചിത്രമായൊരു രൂപം തൊട്ടു മുമ്പിൽ തെളിയുന്നതായി അവൾക്ക് തോന്നി. ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും അല്പസമയത്തിനുള്ളിൽ അതൊരു ചിരിയാണെന്ന് അവൾക്ക് മനസ്സിലായി.
ഹാ, ഇത് ആ ചെഷയർ പൂച്ച തന്നെ, അവൾ പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ ഒരാളായി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പൂച്ച ചോദിച്ചു. ഉടനെ അതിൻ്റെ വായയും വ്യക്തമായി കാണാനായി. കണ്ണുകൾ പ്രത്യക്ഷമാകുന്നതുവരെ ആലീസ് കാത്തിരുന്നു. എന്നിട്ട് ഉത്തരമെന്ന വണ്ണം തലയാട്ടി. ഒരു ചെവിയെങ്കിലും പ്രത്യക്ഷമാകുന്നതുവരെ ഇതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവൾ വിചാരിച്ചു. അടുത്ത നിമിഷം പൂച്ചയുടെ തല മുഴുവൻ തെളിഞ്ഞു വന്നു. ആലീസ് തൻ്റെ കയ്യിലുള്ള രാജഹംസത്തെ താഴെയിറക്കി. എന്നിട്ട് കളിയുടെ കാര്യങ്ങളെപ്പറ്റി ചെഷയറിനോട് സന്തോഷത്തോടെ പറഞ്ഞു തുടങ്ങി. തല പ്രത്യക്ഷമായതോടെ ഇനി ബാക്കി ഭാഗങ്ങൾ പ്രത്യക്ഷമാക്കേണ്ട എന്ന് പൂച്ച കരുതി. ഇവരുടെ കളി ശരിയല്ല, ആലീസ് ഒരു പരാതി പോലെ പറഞ്ഞു. എല്ലാവരും പരസ്പരം വഴക്കടിക്കുന്നതുകൊണ്ട് ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് കേൾക്കാനാവില്ല. പോരാത്തതിന് കളിക്കൊരു നിയമവുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊട്ട് ആരും അനുസരിക്കുന്നുമില്ല. ജീവനുള്ള സംഗതികളെ കൊണ്ടുള്ള കളിയായതിനാൽ ആകെ അലങ്കോലമാണ്. ഒരു പന്തടിച്ച് ഞാൻ ആ കമാനത്തിനടുത്തെത്തിയപ്പോൾ കമാനമായി നിന്നവർ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. രാജ്ഞിയുടെ പന്നിപ്പന്തിനെ അടിക്കാൻ ചെന്നപ്പോൾ അത് എൻ്റെ പന്നിപ്പന്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. രാജ്ഞി എങ്ങനെ? നിനക്കിഷ്ടമായോ? ചെഷയർ പതുക്കെ ചോദിച്ചു. ഇല്ലേ ഇല്ല, അവൾ അരങ്ങേറ്റം. ആലീസ് പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടു പിന്നിൽ രാജ്ഞി നിൽക്കുന്നത് അവൾ കണ്ടു. അതുകൊണ്ട് അവൾ ഇങ്ങനെ പൂർത്തിയാക്കി. വിജയിക്കുമെന്നാ തോന്നുന്നേ. കളി തീരുമ്പോൾ അതുകൊണ്ട് കാര്യമില്ലെങ്കിലും. ഇത് കേട്ട് ഒന്ന് ചിരിച്ച് രാജ്ഞി നടന്നകന്നു. ഉടനെ രാജാവ് ആലീസിൻ്റെ അടുത്തെത്തി. നീ ആരോടാണ് സംസാരിക്കുന്നത്? ആകാംക്ഷയോടെ ചെഷയറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഇതെൻ്റെ ഒരു കൂട്ടുകാരനാ, ഒരു ചെഷയർ പൂച്ച. ഞാൻ പരിചയപ്പെടുത്താം. വേണ്ട, അതിൻ്റെ ആ നോട്ടം എന്തോ അത്ര നല്ലതല്ല, രാജാവ് അഭിപ്രായപ്പെട്ടു. എങ്കിലും എൻ്റെ കൈയൊന്ന് വേണേൽ അതൊന്ന് ചുംബിച്ചോട്ടെ. വേണ്ട, എനിക്ക് ചുംബിക്കേണ്ട, പൂച്ച പറഞ്ഞു. ധിക്കാരം പറയുന്നു. രാജാവിന് നല്ല ദേഷ്യം വന്നു. നീ അങ്ങനെ എന്നെ നോക്കരുത്. ഇത് പറഞ്ഞിട്ട് രാജ്ഞിയുടെ പിന്നിലേക്ക് അയാൾ മാറി നിന്നു. രാജാവിനെ ഒരു പൂച്ച നോക്കിയെന്നിരിക്കും, ആലീസ് പറഞ്ഞു. ഞാനിത് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ഓർമ്മയില്ല. എന്നാൽ ഇവിടെ നിന്നും ഇതിനെ ഓടിച്ചു വിടണം, രാജാവ് തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോഴേക്കും അവിടെ നിന്നും നടന്നകന്ന രാജ്ഞിയെ അയാൾ വിളിച്ചു. പ്രിയപ്പെട്ടവളെ, ഈ പൂച്ചയെ നിനക്കൊന്ന് ഓടിച്ചു കളയാൻ പറ്റുമോ? പ്രശ്നം എത്ര വലുതോ ചെറുതോ ആകട്ടെ, രാജ്ഞിക്ക് ഒരു പരിഹാരമേ നിർദ്ദേശിക്കാനുള്ളൂ. അവൾ ഉടനെ ആജ്ഞാപിച്ചു. വെട്ടിമാറ്റതിൻ്റെ തല. ആ പൂച്ചയെ ഒന്ന് നോക്കുപോലും ചെയ്യാതെയാണ് അവൾ ആജ്ഞാപിച്ചത്. ആരാച്ചാരെ ഞാൻ കൊണ്ടുവരാം. ഇത് പറഞ്ഞ് രാജാവ് തിടുക്കത്തിൽ നടന്നു. അപ്പോഴേക്കും കളിത്തട്ടിൽ നിന്നും രാജ്ഞി അലറുന്നത് കേട്ടു. കളി എങ്ങനെ നടക്കുന്നു എന്നറിയാൻ അങ്ങോട്ട് പോവുകയാണ് നല്ലതെന്ന് ആലീസിന് തോന്നി. ഇതിനകം 3 കളിക്കാരുടെ തല വെട്ടാനുള്ള ആജ്ഞ രാജ്ഞി പുറപ്പെടുവിച്ചത് അവൾ കേട്ടു. ആലീസിന് തീരെ സന്തോഷം തോന്നിയില്ല. ഇവിടെ ഒന്നും ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. അതിനിടയിൽ കളിയിൽ തൻ്റെ ഊഴം എപ്പോഴാണെന്നും അവൾക്ക് നിശ്ചയം കിട്ടിയില്ല. ഏതായാലും തൻ്റെ പന്നിപ്പന്തിനെ കണ്ടുപിടിക്കാം എന്ന് കരുതി ആലീസ് അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് അവൾ കണ്ടത്, ആ പന്നിപ്പന്ത് മറ്റൊരു പന്നിപ്പന്തുമായി കടിപിടി കൂടുന്നു. ഇപ്പോൾ ഇവയിലൊന്നിനെ പന്തടിക്കാൻ പറ്റിയ സാഹചര്യമാണെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ആലീസിൻ്റെ രാജഹംസം അവിടെ ഉണ്ടായിരുന്നില്ല. പൂന്തോട്ടത്തിൻ്റെ ഒരറ്റത്ത് ഒരു മരക്കൊമ്പിലേക്ക് പറന്നു കയറാനുള്ള ഒരു പാഴ്ശ്രമം നടത്തുകയായിരുന്നു അത്. ആലീസ് ഓടിച്ചെന്ന് അതിനെ പിടിച്ച് പന്നിപ്പന്തുകളുടെ അടുത്തേക്ക് നീങ്ങി. അപ്പോഴേക്കും കടിപിടി അവസാനിപ്പിച്ച് അവ എങ്ങോ പോയി കഴിഞ്ഞിരുന്നു. സാരമില്ല, ആലീസ് വിചാരിച്ചു. കമാനങ്ങളായി നിന്നവരും കളിസ്ഥലത്തു നിന്ന് പോയിരിക്കുന്നു. ആലീസ് ആ രാജഹംസത്തെ കൈകളിൽ ഒതുക്കി പിടിച്ച് ചെഷയർ പൂച്ചയുടെ അടുത്തേക്ക് ഇത്തിരി കൂടി വർത്തമാനം പറയാനായി പോയി.
അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ട് ആലീസ് അതിശയിച്ചു പോയി. രാജാവും രാജ്ഞിയും ആരാച്ചാരും തമ്മിൽ മൂർച്ചയേറിയ തർക്കം നടക്കുകയായിരുന്നു. ഒരേ സമയം ഇവർ ഒന്നിച്ച് സംസാരിക്കുന്നുമുണ്ടായിരുന്നു. മറ്റുള്ളവരാകട്ടെ നിശബ്ദരും. ആലീസിനെ കണ്ടയുടനെ 3 പേരും കൂടി ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും അവരവരുടെ വാദങ്ങൾ ഒരേ സമയം അവളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. ശരീരമില്ലാത്തൊരു ജീവിയുടെ തല എവിടെ നിന്ന് വെട്ടിമാറ്റും എന്നായിരുന്നു ആരാച്ചാരുടെ വാദം. ഇത്രയും കാലം അയാൾ ഇതുപോലൊന്ന് ചെയ്തിട്ടില്ലത്രേ. അതുകൊണ്ട് അയാളായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് തുടക്കമിടുന്നില്ലെന്നും അയാൾ പറഞ്ഞു. തലയുള്ള എന്തിൻ്റെയും തല വെട്ടിമാറ്റാനാകും എന്നായിരുന്നു രാജാവിൻ്റെ വാദം. അതേപ്പറ്റിയുള്ള മറ്റെല്ലാ വാദങ്ങളും അർത്ഥമില്ലാത്തതാണെന്ന് അയാൾ പറഞ്ഞു. ഈ പ്രശ്നത്തിന് ഉടനെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും തല നഷ്ടപ്പെടുമെന്ന് രാജ്ഞി ഓർമ്മിപ്പിച്ചു. രാജ്ഞിയുടെ അഭിപ്രായം കേട്ടയുടനെ എല്ലാവർക്കും ഭയമായി. എല്ലാവരും ഗൗരവത്തോടെ നിന്നു. പെട്ടെന്നൊരു പരിഹാരം ആലീസിനും പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇത് ആ പ്രഭിയുടെ പൂച്ചയാണ്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അവളോട് ചോദിക്കുകയാവും കുറച്ചും കൂടി നല്ലത്. അവൾ ജയിലിലാണ്, രാജ്ഞി പറഞ്ഞു. എന്നിട്ട് ആരാച്ചവരോട് ആജ്ഞാപിച്ചു, അവളെ കൊണ്ടുവാ. ഉടനെ തന്നെ ശരം തൊടുത്തതുപോലെ ആരാച്ചാർ ജയിലിലേക്ക് പോയി. അയാൾ പോയ അതേ നിമിഷം ചെഷയർ പൂച്ചയുടെ തല അപ്രത്യക്ഷമാകാൻ തുടങ്ങി. പ്രഭിയുമായി ആരാച്ചാർ തിരിച്ചു വന്നപ്പോൾ അത് മുഴുവനായും മാഞ്ഞുപോയിരുന്നു. പൂച്ച എവിടെ പോയി മറഞ്ഞു എന്നറിയാതെ ആരാച്ചാരും രാജാവും അവിടെയെല്ലാം ഭ്രാന്തമായി ഓടി നടന്നു. മറ്റുള്ളവരാകട്ടെ കളിസ്ഥലത്തേക്ക് പിൻവാങ്ങുകയും ചെയ്തു. നിന്നെ വീണ്ടും കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തു സന്തോഷമായിരുന്നു. ആലീസിൻ്റെ കൈ കോർത്തു പിടിച്ച് നടക്കുന്നതിനിടയിൽ പ്രഭി അവളോട് പറഞ്ഞു. പ്രഭിയുടെ സന്തോഷം കണ്ടപ്പോൾ ആലീസിനും ആഹ്ലാദം തോന്നി. ആ കുരുമുളക് മണം കാരണമായിരിക്കും അടുക്കളയിൽ വെച്ച് പ്രഭിയെ കണ്ടപ്പോൾ അവൾ ക്രൂരമായി കാണപ്പെട്ടതെന്ന് ആലീസിന് തോന്നി. ഞാനൊരു പ്രഭിയായാൽ, ആലീസ് സ്വയം പറഞ്ഞു, എൻ്റെ അടുക്കളയിൽ നിന്ന് കുരുമുളക് ഞാൻ ഒഴിവാക്കും. നല്ല സൂപ്പുണ്ടാക്കാൻ കുരുമുളക് എന്തിനാ? ഈ കുരുമുളക് കാരണമാണ് ആളുകൾക്കൊക്കെ ദേഷ്യം വരുന്നത്. പുതിയൊരു നിയമം കണ്ടെത്തിയ സന്തോഷമായിരുന്നു ആലീസിന്. അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, ചൊറുക്ക് ഉപയോഗിക്കുന്നവർ പുളിപ്പുള്ളവരായിരിക്കും. ശീമജയന്തി ആളുകളെ കയ്പുള്ളവരാക്കി മാറ്റും. ബാർലി, പഞ്ചസാര മുതലായവ ഉപയോഗിക്കുന്ന കുട്ടികൾ നല്ല മധുര സ്വഭാവമുള്ളവരായിരിക്കും. ഇതൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നെങ്കിൽ അവരിത്ര പിശുക്ക് കാണിക്കില്ലായിരുന്നു. പ്രഭി തൻ്റെ കൂടെ നടക്കുന്നുവെന്ന കാര്യം ഇതിനിടെ ആലീസ് മറന്നുപോയി. പെട്ടെന്ന് പ്രഭി അവളെ വിളിച്ചപ്പോൾ ആലീസ് ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവളെ, നീ എന്തോ ആലോചിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നീ സംസാരിക്കാൻ മറന്നുപോകുന്നത്. ഇതിനൊരു ഗുണപാഠമുണ്ട്. ഇപ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല. ഒറ്റ നിമിഷം, അതിനുള്ളിൽ ഞാനത് ഓർത്തു പറയാം. അതിന് ഗുണപാഠമുണ്ടാകാൻ വഴിയില്ല, ആലീസ് പറഞ്ഞു. മിണ്ടാതിരി. എല്ലാത്തിനുമുണ്ട് ഒരു ഗുണപാഠം. നമ്മളത് കണ്ടുപിടിക്കണമെന്ന് മാത്രം. ഇത് പറഞ്ഞിട്ട് പ്രഭി ആലീസിനോട് ചേർന്ന് നിന്നു. അവൾ അത്ര അടുത്ത് ചേർന്ന് നിൽക്കുന്നത് ആലീസിന് ഇഷ്ടമായില്ല. പ്രഭിക്ക് തീരെ വൃത്തിയില്ലായിരുന്നു. കൂടാതെ അവളുടെ താടിയെല്ലിൻ്റെ പൊക്കമേ ആലീസിൻ്റെ തോളിനുണ്ടായിരുന്നുള്ളൂ. അവൾ ആ താടിയെല്ല് ആലീസിൻ്റെ തോളിൽ അമർത്തി വെച്ചിരുന്നു. ഇത് ആലീസിനെ വിഷമത്തിലാക്കി. എന്നിട്ടും മര്യാദയുടെ പേരിൽ അതെല്ലാം ആലീസ് സഹിച്ചു. പന്തുകളി നന്നായി നടക്കുന്നുണ്ട്. ആലീസ് സംഭാഷണം തുടർന്നു. ശരിയാ, അതിൻ്റെ ഗുണപാഠം സ്നേഹം. സ്നേഹമാണ് ലോകമിങ്ങനെ നിലനിൽക്കാൻ കാരണം. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നതാ ഇതിന് കാരണമെന്ന് മറ്റാരോ പറഞ്ഞിട്ടുണ്ട്. ആലീസും വിട്ടുകൊടുത്തില്ല. ശരി, അതും ഇതുമെല്ലാം ഒന്നു തന്നെ. ആലീസിൻ്റെ തോളിൽ കൂർത്ത താടിയല് കൂടുതൽ അമർത്തി പ്രഭി പറഞ്ഞു. അതിൻ്റെ ഗുണപാഠം,
നിങ്ങൾ ഇന്ദ്രിയങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. ശബ്ദം സ്വയം ശ്രദ്ധ ഏറ്റെടുത്തോളും. ഗുണപാഠം കണ്ടുപിടിക്കാൻ ഇവർക്ക് എന്ത് താല്പര്യമാ? ആലീസ് മനസ്സിൽ വിചാരിച്ചു. ഞാനെന്താ നിന്നെ ചുറ്റിപ്പിടിക്കാത്തത് എന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത്? പ്രഭി ചോദിച്ചു. അതിന് കാരണമെന്താണെന്നോ? ദാ നിന്റെ ഈ രാജഹംസം തന്നെ. ഇതിൻ്റെ സ്വഭാവം എന്തെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് കൊത്തും കേട്ടോ, ശ്രദ്ധാപൂർവം ആലീസ് മറുപടി പറഞ്ഞു. പ്രഭി അന്നാലെങ്കിലും തന്നെ ചുറ്റിപ്പിടിക്കാതിരിക്കട്ടെ എന്നവൾ കരുതി. നീ പറഞ്ഞത് സത്യമാ. രാജഹംസങ്ങളും കടുകും കൊത്തുന്ന ശീലമുള്ളവരാ. ഇതിൻ്റെ ഗുണപാഠം ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചുകൂടും എന്നതാണ്, പ്രഭി പറഞ്ഞു. അതിന് കടുകൊരു പക്ഷിയല്ലല്ലോ? ആലീസ് ചോദിച്ചു. ശരിയാണ്, നീ പതിവ് പോലെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കടുകൊരു ധാതുവാണെന്നാ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ, പ്രഭി ഉറപ്പിച്ചു പറഞ്ഞു. ആലീസ് പറയുന്ന എന്തിനോടും സമ്മതം മൂളാൻ തയ്യാറായിരുന്നു അവർ. ഇവിടെ അടുത്ത് വലിയൊരു കടുക് ഖനിയുണ്ട്. ഇതിൻ്റെ ഗുണപാഠം എനിക്കുള്ളത് കൂടുമ്പോൾ നിനക്കുള്ളത് കുറയും എന്നതാണ്. ഹോ, അതെനിക്കറിയാം, ആലീസ് തീരെ ശ്രദ്ധയില്ലാതെ മറുപടി പറഞ്ഞു. കടുക് ഒരു സസ്യമാണ്. കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും അത് അതുതന്നെയാ. നീ പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെ, പ്രഭി വീണ്ടും സമ്മതം മൂടി. അതിൻ്റെ ഗുണപാഠം നീ എന്താണെന്ന് നിനക്ക് തോന്നുന്നുവോ, നീ അതാകുക എന്നതാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് നീ എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ ആയേക്കുമെന്നോ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നുവെന്നോ അതുപോലെ ആവാതിരിക്കാൻ നീ ഒരിക്കലും ശ്രമിക്കരുത് എന്നതാണ്. എനിക്കിതൊന്ന് എഴുതിയെടുക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാകുമായിരുന്നു, ആലീസ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര മനസ്സിലായില്ല. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അതത്ര കാര്യമൊന്നുമില്ല എന്നതാണ്, പ്രഭി സന്തോഷത്തോടെ പറഞ്ഞു. മതി മതി, അധികം പറഞ്ഞ് നിങ്ങൾ സ്വയം ബുദ്ധിമുട്ടരുത് എന്നെനിക്കൊരു അപേക്ഷയുണ്ട്, ആലീസ് പറഞ്ഞു. ബുദ്ധിമുട്ടിനെ പറ്റിയൊന്നും പറയല്ലേ. ഞാൻ പറഞ്ഞതെല്ലാം നിനക്കുള്ളൊരു സമ്മാനമായി കരുതിയാൽ മതി. എന്തൊരു തരംതാണ സമ്മാനം! ഇതൊന്നും ഒരു പിറന്നാൾ സമ്മാനമായി ആർക്കും കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊന്നും പക്ഷേ ഉറക്കെ പറയാൻ ആലീസിന് ധൈര്യം തോന്നിയില്ല. വീണ്ടും ആലോചിക്കുകയാണോ, പ്രഭി ചോദിച്ചു. ഇത്തവണയും അവളുടെ താടിയല് ആലീസിൻ്റെ തോളിൽ കൂടുതൽ അമർത്തി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താ, എനിക്ക് ചിന്തിക്കാൻ അവകാശമില്ലേ? ദേഷ്യവും സങ്കടവും കലർന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ഉണ്ട്, നിനക്കതിന് അവകാശമുണ്ട്. പന്നികൾക്ക് പറക്കാൻ അവകാശമുള്ളതുപോലെ അതിൻ്റെ, പ്രഭി പറഞ്ഞു തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ആലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രഭിയുടെ ശബ്ദം നിലച്ചുപോയി. ഗുണപാഠം എന്ന പ്രിയപ്പെട്ട വാക്കുപോലും അവൾക്ക് പറയാനാകാതെ ആലീസിനെ ചേർത്ത് പിടിച്ച കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആലീസ് കാര്യമെന്താണെന്നറിയാൻ തല ഉയർത്തി നോക്കിയപ്പോൾ തൊട്ടു മുമ്പിൽ രാജ്ഞി നിൽക്കുന്നത് കണ്ടു. ഒരു കൊടുങ്കാറ്റ് കണക്കെ ദേഷ്യത്തോടെയാണ് അവർ കാണപ്പെട്ടത്. സുപ്രഭാത മഹാരാജ്ഞി, പതിഞ്ഞ ശബ്ദത്തിൽ പ്രഭി താണു വണങ്ങി. അപ്പോൾ നിലത്ത് ആഞ്ഞി ചവിട്ടിക്കൊണ്ട് രാജ്ഞി പറഞ്ഞു. ഇതാ നിനക്കൊരു മുന്നറിയിപ്പ്. ഒന്നെങ്കിൽ നീ ഉടനെ പോകണം, അല്ലെങ്കിൽ നിന്റെ ശിരസ് പോകണം. ഇതിലേത് നീ ഇഷ്ടപ്പെടുന്നു? പ്രഭി തൻ്റെ ഇഷ്ടവും തിരഞ്ഞെടുത്ത് ഉടനെ തന്നെ അവിടെ നിന്നും കടന്നു കളഞ്ഞു. നമുക്ക് കളി തുടരാം, രാജ്ഞി ആലീസിനോട് പറഞ്ഞു. ഭയന്ന് വിറച്ച ആലീസ് ഒന്നും മിണ്ടാനാകാതെ രാജ്ഞിയെ പിന്തുടർന്ന് കളിസ്ഥലത്തെത്തി. രാജ്ഞി പോയ തക്കം നോക്കി മറ്റ് കളിക്കാരെല്ലാം കുറച്ച് മാറി തണലിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അവളെ കണ്ടയുടനെ അവരെല്ലാം വീണ്ടും ഓടിക്കൂടി കളി തുടങ്ങി. ഒരു നിമിഷം പോലും താമസിക്കരുതെന്നും അങ്ങനെ വന്നാൽ എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെടുമെന്നും രാജ്ഞി ഇതിനിടയ്ക്ക് അവർക്ക് മുന്നറിയിപ്പ് നൽകി. കളി നടക്കുമ്പോഴെല്ലാം അവൾ കളിക്കാരോട് വഴക്കടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ തലവെട്ട്, ഇവളുടെ തലവെട്ട് എന്നിങ്ങനെ ആക്രോശിക്കുന്നുമുണ്ടായിരുന്നു.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കമാനങ്ങളായി നിന്ന പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ കളിക്കളത്തിലെ കമാനങ്ങളെല്ലാം അപ്രത്യക്ഷമായി. രാജ്ഞിയും രാജാവും ആലീസും ഒഴികെ മറ്റെല്ലാവരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കിതച്ചുകൊണ്ട് രാജ്ഞിയും നടന്നകന്നു. അതിനിടയിൽ അവൾ ആലീസിനോട് ചോദിച്ചു, നീയാ കോമാളി കടലാമയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആലീസ് പറഞ്ഞു. കോമാളി കടലാമയോ? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അതിനെ കൊണ്ടാണ് കോമാളി കടലാമ സൂപ്പ് ഉണ്ടാക്കുന്നത്, രാജ്ഞി വിശദീകരിച്ചു. ഇങ്ങനെയൊന്നിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്നാൽ വാ, അവൻ്റെ കഥ കേൾക്കാം. അവൻ തന്നെ നിന്നോട് അത് പറയും. രണ്ടുപേരും ഒരുമിച്ച് നടന്നു. അപ്പോൾ രാജാവ് എല്ലാവരോടുമായി പതുക്കെ പറയുന്നത് ആലീസ് കേട്ടു. എല്ലാവർക്കും മാപ്പ് തന്നിരിക്കുന്നു. നന്നായി, അതൊരു നല്ല കാര്യമാണ്, ആലീസ് സ്വയം പറഞ്ഞു. ഇത്രയധികം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിൽ അവൾ തികച്ചും അസന്തുഷ്ടയായിരുന്നു. നടന്ന് നടന്ന് അവർ ഒരു ഗ്രിഫോണിൻ്റെ അടുത്തെത്തി. വെയിലത്ത് സുഖനിദ്രയിലായിരുന്നു അവൻ. കഴുകൻ്റെ ചിറകുകളും കൊക്കും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു സാങ്കല്പിക ജീവിയാണ് ഈ ഗ്രിഫോൺ. മടിയ, എഴുന്നേൽക്ക്, രാജ്ഞി ആജ്ഞാപിച്ചു. നീ ഇവളെയും കൊണ്ട് ആ കോമാളി കടലാമയുടെ അടുത്തേക്ക് ചെല്ല്. അവൻ്റെ കഥ ഇവൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. എനിക്ക് തിരിച്ചുപോയി കുറച്ച് വധശിക്ഷ കാണണം. ഇത് പറഞ്ഞ് റാണി അവിടെ നിന്നും പോയി. ആലീസും ഗ്രിഫോണും ഒറ്റയ്ക്കായി. ആലീസിന് അവൻ്റെ രൂപം തീരെ ഇഷ്ടമായില്ല. എങ്കിലും ക്രൂരയായ ആ രാജ്ഞിയുടെ കൂടെ പോകുന്നതിലും ഭേദം ഇവനോടൊപ്പം നിൽക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് അവൻ ഉണരുന്നതും കാത്ത് അവളിരുന്നു. ഗ്രിഫോൺ എഴുന്നേറ്റിരുന്നു. അവൻ്റെ കണ്ണുകൾ തിരുമി. രാജ്ഞി നടന്ന് മറയുന്നത് നോക്കി അവനിരുന്നു. പിന്നീടൊന്ന് ചിരിച്ചു. നല്ല തമാശ. പകുതി തന്നോട് തന്നെയും പകുതി ആലീസിനോടുമായി അവൻ പറഞ്ഞു. എന്തു തമാശ? ആലീസ് ചോദിച്ചു. അവള് തന്നെ, ഗ്രിഫോൺ പറഞ്ഞു. അവൾക്കോരോ തോന്നല. ഒരാൾക്കും അവൾ വധശിക്ഷ നടപ്പാക്കാറില്ല. ആട്ടെ, നീ വരൂ, ഇവിടെ വരൂ, അവിടെ വരൂ, എല്ലാവരും ആജ്ഞാപിക്കുകയാണ്, ആലീസിന് തോന്നി. ഇതുവരെ ആരും ഇങ്ങനെ എന്നോട് ആജ്ഞാപിച്ചിട്ടില്ല. അവർ ഒരുമിച്ച് കുറച്ചു നടന്നു. അപ്പോൾ അകലെ ഒരു പാറക്കെട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കടലാമയെ അവർ കണ്ടു. അവൻ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള നെടുവീർപ്പുകൾ അവനിൽ നിന്ന് ഉയരുന്നത് ആലീസ് കേട്ടു. സഹതാപത്തോടെ അവൾ ഗ്രിഫോണിനോട് ചോദിച്ചു, ഇവനിത്ര ദുഃഖിക്കുന്നത് എന്തിനാ? അവൻ ഓരോ തോന്നല. മുമ്പ് പറഞ്ഞതുപോലെ അവൻ വീണ്ടും പറഞ്ഞു. ഇവന് യാതൊരു ദുഃഖവുമില്ല. നിറമെഴികളോടെ അവരെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ അടുത്ത് അവർ നിന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ ഗ്രിഫോൺ അവനോട് ചോദിച്ചു, ഇവൾക്ക് നിന്റെ കഥ കേൾക്കണമെന്നുണ്ട്, ഒന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറയാം, ദുഃഖം നിറഞ്ഞ വാക്കുകളിൽ കടലാമ പറഞ്ഞു. രണ്ടുപേരും ഇരിക്കൂ. ഞാൻ കഥ പറയുന്നത് കഴിയുന്നതുവരെ രണ്ടാളും ഒരക്ഷരം മിണ്ടരുത്. അങ്ങനെ ആലീസും ഗ്രിഫോണും കഥ കേൾക്കാനിരുന്നു. ഒരിക്കൽ അഗാധമായ ഒരു നെടുവീർപ്പോടെ കോമാളി കടലാമ കഥ തുടങ്ങി. ഒരിക്കൽ ഞാനൊരു യഥാർത്ഥ കടലാമയായിരുന്നു. വീണ്ടും നീണ്ടൊരു നിശബ്ദത. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ദീർഘനിശ്വാസങ്ങളും ഹൃർ എന്ന ശബ്ദവും കേൾക്കാം. ഇത്ര രസമുള്ള ഒരു കഥ പറഞ്ഞതിന് വളരെ നന്ദി. ആലീസിന് ഇങ്ങനെ പറയണമെന്ന് തോന്നി. പക്ഷേ അവൻ ഇനിയും കഥ പറയുന്നുണ്ടെങ്കിലോ എന്ന് കരുതി അവൾ മിണ്ടാതിരുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ചില തേങ്ങലുകൾ ഉണ്ടെങ്കിലും ഏറെക്കുറെ ശാന്തനായി അവൻ കഥ തുടർന്നു. കടലിലെ വിദ്യാലയത്തിലാണ് ഞങ്ങൾ പഠിച്ചത്. ഒരു വയസ്സൻ കടലാമയായിരുന്നു ഞങ്ങളുടെ അധ്യാപകൻ. ഞങ്ങൾ അയാളെ ആമയെന്നാണ് വിളിച്ചിരുന്നത്. ആമയല്ലെങ്കിൽ പിന്നെന്തിനാ അയാളെ ആമ എന്ന് വിളിച്ചത്? ആലീസ് ചോദിച്ചു.
അയാൾ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിച്ചു. ദേഷ്യത്തോടെ കോമാളിക്കടലാമ്മ പറഞ്ഞു. നീ ഒരു പമ്പര വിഡി തന്നെ. നാണമില്ലല്ലോ നിനക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ, ഗ്രിഫോൺ പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ആലീസിനെ നോക്കി മിണ്ടാതിരുന്നു. ആലീസ് ആകട്ടെ അപമാനം കൊണ്ട് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുമെന്ന നിലയിലായി. ഒടുവിൽ ഗ്രിഫോൺ കോമാളിക്കടലാമ്മയോട് പറഞ്ഞു. പറയൂ ചെങ്ങാതി, ഇതോർത്ത് ഈ ദിവസം മുഴുവൻ കളയല്ലേ. ശരി, അങ്ങനെ ഞങ്ങൾ വിദ്യാലയത്തിലേക്ക് പോയി. നീ വിശ്വസിക്കില്ലായിരിക്കും, എങ്കിലും എനിക്ക് വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ആലീസ് ചോദിച്ചു. ഉവ്വ്, നീ പറഞ്ഞു, കടലാമ്മ തിരിച്ചടിച്ചു. മിണ്ടാതിരിക്കെ. ആലീസ് ഇനി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഗ്രിഫോൺ ഇടപെട്ടു. കടലാമ്മ കഥ തുടർന്നു. നല്ല വിദ്യാഭ്യാസമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിരുന്നു. ഞാനും വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. നീ അങ്ങനെ അഹങ്കരിക്കുകയൊന്നും വേണ്ട, ആലീസ് പറഞ്ഞു. പ്രത്യേകമായി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇത്തിരി ആകാംക്ഷയോടെ കടലാമ്മ ചോദിച്ചു. ഉവ്വ്, ഞാൻ ഫ്രഞ്ചും സംഗീതവും പഠിച്ചിട്ടുണ്ട്. വൃത്തിയാക്കൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ആലീസിന് ദേഷ്യം തോന്നി. എന്നാൽ നിങ്ങളുടേത് ഒരു നല്ല വിദ്യാലയമല്ല, ആശ്വാസത്തോടെ കടലാമ്മ പറഞ്ഞു. സാധാരണ വിഷയങ്ങൾ കൂടാതെ ഫ്രഞ്ചും സംഗീതവും വൃത്തിയാക്കലും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ആലീസ് ചോദിച്ചു. എല്ലാം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സാധാരണ പാഠങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ, കടലാമ്മ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അതെന്തൊക്കെയായിരുന്നു? ആലീസ് ചോദിച്ചു. തുടക്കം കുറച്ച് ചാഞ്ചാട്ടവും പുളയിലുമൊക്കെയായിരുന്നു, കടലാമ്മ വിശദീകരിച്ചു. പിന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളായ ആഗ്രഹം, വികർഷണം, വൃത്തിഹീനമാക്കൽ, അവഹേളനം മുതലായവയും പഠിച്ചു. വൃത്തിഹീനമാക്കലോ? ഞാനങ്ങനെ ഒന്ന് കേട്ടിട്ടില്ലല്ലോ. എന്താ അത്? ആലീസ് ചോദിച്ചു. ഗ്രിഫോൺ അപ്പോൾ മുൻകാലുകൾ ഉയർത്തി ആശ്ചര്യത്തോടെ പറഞ്ഞു. എന്ത്? നീ ഇതുവരെ അത് കേട്ടിട്ടേയില്ലേ? ഭംഗിയാക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഉവ്വ്, സംശയത്തോടാണെങ്കിലും ആലീസ് പറഞ്ഞു. ഒരു വസ്തുവിനെ സുന്ദരമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കൊള്ളാം, ഗ്രിഫോൺ തുടർന്നു. വൃത്തിഹീനമാക്കുക എന്താണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീയൊരു വിഡ്ഢി തന്നെ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയിസ് കാരലിൻ്റെ അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന നോവലിൻ്റെ 3-ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.